നമുക്കെല്ലാവർക്കും അറിയാം ISLൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ISLൻ്റെ വരുവാനായിട്ട് പോകുന്ന എന്താ പറയുക 12ാം സീസണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ISLൻ്റെ ISLൻ്റെ AFFും അതുകൊണ്ട് തന്നെ FSTലുമായിട്ടുള്ള അതായത് ISLൻ്റെ ഓണേഴ്സായിട്ടുള്ള ഇവർ തമ്മിലുള്ള ആ ഒരു കരാർ MRA കോൺട്രാക്റ്റ് തീർന്നത് തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിലൊരു പ്രശ്നമെന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ വരുവാനായിട്ട് പോകുന്ന ISL സീസൺ എന്ന് നടക്കും എന്ന തരത്തിലുള്ളൊരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ മർക്കസ് മെലാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സെപ്റ്റംബർ 14 ISL ആരംഭിക്കുമെന്നൊരു കാര്യം. എങ്കിൽ പോലും ഈ ഒരു കാര്യം നിലനിൽക്കുന്നത് എന്നാൽ തന്നെ അതായത് അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതിനാൽ തന്നെ ISLൻ്റെ നടത്തിപ്പ് കുറച്ചും കൂടി നീളും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു കാര്യം റിസോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 12ാം സീസൺ നടന്നേക്കില്ല എന്നും അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നതാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം വന്നപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ആവട്ടെ എന്താ പറയുക ISL തങ്ങളുടെ വിദേശ താരങ്ങളോട് തങ്ങൾക്ക് ടീം വിട്ടു പോകണമെന്നുണ്ട് എങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു വിലങ്ങുതടിയായി നിൽക്കുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനെ തുടർന്നായിരുന്നു ജീസസ് ജിംനസ് ടീം വിട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു കരാർ തീർന്നതിനാൽ തന്നെ പുതിയൊരു പ്രപ്പോസൽ നമ്മുടെ FSTL ഈ ഒരു AFFന് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. ആദ്യത്തെ ഒരു പ്രപ്പോസൽ പ്രകാരം എല്ലാ വർഷവും 50 CR എന്താ പറയുക FSTL AFFന് നൽകണമെന്നായിരുന്നു ആ ഒരു കരാറിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പ്രോഫിറ്റിൻ്റെ 20% AFFന് നൽകണം എന്നൊരു കരാറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സോ ഈ ഒരു കരാർ തീർന്നതോടുകൂടി തന്നെ അതായത് 2010 അവസാനിച്ച ആരംഭിച്ച MRA കോൺട്രാക്റ്റ് 2025 ഡിസംബർ 8 തീരുന്നതോടുകൂടി പുതിയൊരു പ്രപ്പോസൽ FSTL മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു പ്രപ്പോസലിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് 60% ക്ലബ്ബുകൾക്കും പിന്നീട് ഒരു 20% FSTLനും ബാക്കിയുള്ളത് AFFനും എന്നിങ്ങനെയായിരുന്നു ആ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസലിൽ FSTL മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതിന് AFFന് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ AFF അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ ISLുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വിഷൻ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പുതിയൊരു വിഷൻ പുറത്തേക്ക് വന്നിട്ടുള്ളതായിട്ട് മാർക്കസ് മെലാറും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം 2026 തൊട്ട് 2035 വരെ ഏകദേശം ഒരു 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റ് ഒപ്പിടാനാണ് എന്നാണ് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷനിൽ പോലും എന്താ പറയുക റെലിഗേഷനും അതുപോലെ തന്നെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലവിൽ നിൽപ്പുണ്ട്. പ്രമോഷൻ എന്ന് പറയുമ്പോൾ I-ലീഗ് ജേതാക്കളായ ടീമുകളെ പെട്ടെന്ന് പ്രമോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നും FSTL അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ എന്താ പറയുക ഓണർഷിപ്പ് മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യം പിന്നീട് നല്ലൊരു സാമ്പത്തിക ഭദ്രത തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ISLലേക്ക് പ്രമോട്ട് ചെയ്താൽ മതി എന്നൊരു സാഹചര്യമായിരുന്നു എന്താ പറയുക FSTL മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ എന്താ പറയുക പ്രമോഷനും അല്ലെങ്കിൽ റെലിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലവിൽ നിൽപ്പുണ്ട്. FSTLൻ്റെ ആ ഒരു തീരുമാനപ്രകാരം അടുത്തൊരു 10 വർഷത്തേക്ക് ISLൽ റെലിഗേഷൻ പാടില്ല എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. സോ അതിനാൽ തന്നെ ആ ഒരു ഇത് ഇല്ലാത്ത നിൽപ്പുണ്ട്. അതായത് ഇത് മാർക്കസ് മെലാർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഒരു 10 വർഷത്തേക്കുള്ള പുതിയൊരു കോൺട്രാക്റ്റാണ് ഈ ഒരു വിഷനിലൂടെ അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ റെലിഗേഷൻ്റെയും എന്താ പറയുക പ്രമോഷൻ്റെയും കാര്യത്തിൽ നിലവിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ISL ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ I-ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ AFC സ്പോർട്ടും നൽകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മെലാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് എന്തൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഈ ഒരു വിഷൻ അതായത് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള AFF മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വിഷൻ നടക്കുമോ എന്നും നിലവിൽ ആരാധകർക്ക് സംശയമുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഈ ഒരു വിഷൻ പോസിബിൾ ആകുമോ എന്നുള്ളൊരു കാര്യം. FSTL ഈ ഒരു വിഷൻ അംഗീകരിക്കുമോ എന്നുള്ളൊരു കാര്യം കണ്ടു തന്നെ അറിയേണ്ടതാണ്.